ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്രിസ്മസ് എക്സാം മോഡൽ ചോദ്യപേപ്പർ നോക്കിയാലോ. ആദ്യത്തെ ചോദ്യം, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രശസ്തമായ വരികളാണിത്. ഈ വരികളുടെ താളത്തിലുള്ള കടങ്കഥ താഴെ പറയുന്നതിൽ ഏതാണ്? കാട്ടിലുണ്ടൊരു കൊച്ചൻ, തൊട്ടാൽ ഉടനെ സ്തുതി ചൊല്ലും, ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. അടുത്തത്, അമ്മയ്ക്ക് വാലില്ല തലയില്ല, മകൾക്ക് വാലുണ്ട് തലയുണ്ട്. അപ്പൊ മക്കൾ ഏതായിരിക്കും കടങ്കഥ? ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ വെള്ളിക്കിണ്ണം തുള്ളിത്തുള്ളി. അടുത്ത ചോദ്യം, വെള്ളിത നേർത്ത കമ്പികൾ പോലെ മെല്ലെ മെല്ലെ മഴ പൊഴിയുന്നു. മഴ വരുന്നത് നിങ്ങളും കണ്ടിട്ടില്ലേ? മഴയുടെ വരവിനെ കുറിച്ച് നിങ്ങൾ നിരീക്ഷിച്ചുള്ള കാര്യങ്ങൾ ചേർത്ത് ഒരു കുറിപ്പ് എഴുതൂ. അപ്പൊ എന്തായിരിക്കും? മഴ ചിലപ്പോൾ നിലച്ചിരിക്കാതെ വരും, പെട്ടെന്ന് മാനം കറുക്കും, അക്കരെ നിന്നും മഴ പെയ്യുന്ന ഇരമ്പൽ കേൾക്കാം, ഉണങ്ങാനിട്ട തുണിയും വിറകും ഒക്കെ പൊറുക്കിയെടുക്കുന്നതിന് മുമ്പ് മഴ എത്തുകയായി, ഉണങ്ങി തുടങ്ങിയ തുണി നനയ്ക്കാനായി ഇടയ്ക്കിടെ ഓടിയെത്തുന്ന മഴയെ അമ്മ പഴിക്കാറുണ്ട്. പക്ഷേ മഴ എപ്പോൾ എത്തിയാലും എനിക്കിഷ്ടമാണ്. പുരപ്പുറത്ത് ചരല് വീഴുന്നത് പോലെ ആദ്യം തോന്നും, പിന്നെ മഴവെള്ളത്തിന്റെ ഒഴുക്കായി. അടുത്ത ചോദ്യം, കപ്പലിൽ വെച്ച് അദ്ദേഹം മൺചാക്ക് തുറന്നു. കൂട്ടുകാരുമൊത്ത് മണ്ണ് പരിശോധിച്ചു. അപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഇത്ര കുറച്ചു മണ്ണിൽ ഇത്രയേറെ ജീവികളോ? താൻ കണ്ടെത്തിയ മണ്ണിലെ മായാലോകത്തെക്കുറിച്ച് വില്യം ബീബ് സുഹൃത്തിന് തയ്യാറാക്കാനിടയുള്ള കത്ത് എപ്രകാരമാവാം? എഴുതൂ. കത്ത് എഴുതുമ്പോൾ ആദ്യം സ്ഥലവും തീയതി എഴുതുക. പ്രിയപ്പെട്ട മാർക്ക്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പക്ഷി നിരീക്ഷണത്തിന്റെ തിരക്കിലായിരുന്നു ഞാൻ. കുറെ നാളുകളായി നിനക്ക് കത്തുകൾ എഴുതിയിട്ട്. ഇന്ന് വളരെ വിചിത്രമായ ഒരു അനുഭവം എനിക്കുണ്ടായി. പക്ഷി നിരീക്ഷണത്തിനിടെയാണ് ഞാൻ കാട്ടിലെ മണ്ണ് ശ്രദ്ധിച്ചത്. ഇതിൽ നാം കാണാത്ത രഹസ്യങ്ങൾ ഉണ്ടാകുമോ എന്നൊരു സംശയം തോന്നിയപ്പോഴാണ് ഒരു ചാക്ക് മണ്ണ് ശേഖരിച്ചത്. കപ്പലിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോക്കാകുമല്ലോ എന്ന് കരുതി കപ്പലിൽ മണ്ണ് എത്തിച്ചു. മണ്ണ് കുടിഞ്ഞിട്ട് ഞാനും സുഹൃത്തും കൂടി നിരീക്ഷണം തുടങ്ങി. ഹൗ, ഇത്ര വിചിത്രവും വിപുലവുമായ ഒരു ജീവലോകം ഒരു ചാക്കു മണ്ണിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നത് എനിക്ക് ലഭിച്ച വലിയൊരു അറിവായിരുന്നു. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അറിയാവുന്നതും കണ്ടിട്ടില്ലാത്തതുമായ എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവികളെയാണ് അതിൽ കണ്ടത്. ചിതലുകൾ, വണ്ടുകൾ, തേളുകൾ, പുഴുക്കൾ, മണ്ണിരകൾ, ഒച്ചുകൾ, അങ്ങനെ അങ്ങനെ. മണ്ണിനും ജീവനുണ്ട് എന്നത് എനിക്ക് ലഭിച്ച പുതിയ അറിവായിരുന്നു. പുതിയ പുതിയ ജീവികളെ കണ്ടെത്തുമ്പോൾ എന്റെ ആഹ്ലാദം കണ്ട് സുഹൃത്തുക്കൾ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്റെ കണ്ടെത്തലുകളെല്ലാം ഒരു പുസ്തകമാക്കണം. നിന്റെ വിശേഷങ്ങൾ എഴുതുമല്ലോ. സ്നേഹത്തോടെ, വില്യം ബീബ്. അടുത്തത് സംഭാഷണം. ഇടുക്കി അണക്കെട്ട് കണ്ടതിന്റെ പിറ്റേ ദിവസം അഖിലും കൂട്ടുകാരനും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം തയ്യാറാക്കൂ. മിഥുൻ, നിങ്ങൾ താജ്മഹൽ കാണാൻ പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നാണ് പോകുന്നത്? അഖിൽ, താജ്മഹൽ കാണാൻ ഉടനെ പോകാൻ കഴിയില്ല. കുറച്ചുകൂടി പണം ഉണ്ടാക്കണം. പക്ഷേ ഞങ്ങൾ ഇടുക്കിയിലെ താജ്മഹൽ കാണാൻ പോയി. മിഥുൻ, ഇടുക്കിയിലെ താജ്മഹലോ? അതെവിടെയാ? അഖിൽ, ഇടുക്കി ഡാമിനെ കുറിച്ച് നീ കേട്ടിട്ടില്ലേ? കുറുവൻ മലയും കുറത്തി മലയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പെരിയാറിൽ പണിതിരിക്കുന്ന ആർച്ച് ഡാമാണത്. മിഥുൻ, നിങ്ങൾ ആർച്ച് ഡാം മാത്രമേ കണ്ടുള്ളൂ? മറ്റു 2 അണക്കെട്ടുകൾ കൂടി അവിടെയുണ്ടല്ലോ. അഖിൽ, കണ്ടു. ചെറുതോണി അണക്കെട്ടും കുളമാവ് അണക്കെട്ടും. അവയിൽ ഗംഭീരം ആർച്ച് ഡാം തന്നെയാണ്. അടുത്തത് ജീവചരിത്രക്കുറിപ്പ്. ബഷീർ ദിനാചരണത്തെ തുടർന്ന് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ബഷീർ അനുസ്മരണം. പഴേരിക്കവല. പഴേരിക്കവല ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾ കഥാപാത്ര ആവിഷ്കരണത്തിലൂടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചു. അക്ഷരപ്പൂമരത്തിൽ പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ, മതിലുകൾ, പൂവമ്പഴം തുടങ്ങിയ കൃതികളും അവ പ്രസിദ്ധീകരിച്ച വർഷം, ലഭിച്ച പുരസ്കാരങ്ങളുടെ പേര് എന്നിവയും പ്രദർശിപ്പിച്ചു. ബഷീർ കൃതികളുടെ സവിശേഷതകളെക്കുറിച്ച് യശ്മി ടീച്ചർ സംസാരിച്ചു. ബഷീർ അനുസ്മരണം നിങ്ങളുടെ സ്കൂളിലും നടത്തിയിട്ടുണ്ടാകുമല്ലോ. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ വിവരങ്ങളും പത്രവാർത്തയിലെ സൂചനകളും ഉൾപ്പെടുത്തി ബഷീറിന്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. അനുഭവങ്ങളുടെ കഥാകാരൻ. വൈക്കം താലൂക്കിലെ തലയോരപ്പറമ്പിലാണ് ബഷീർ ജനിച്ചത്. സ്വന്തം അനുഭവങ്ങൾ തന്നെ കഥകൾക്ക് വിഷയമാക്കിയ എഴുത്തുകാരനാണ് അദ്ദേഹം.
സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഗാന്ധിജിയോടുള്ള ആരാധന മൂലം അദ്ദേഹത്തെ കാണാൻ സ്കൂളിൽ നിന്നും ഒളിച്ചോടിപ്പോയി. കോഴിക്കോട്ട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കാളിയായി. തനതായ ഗ്രാമീണ ഭാഷാശൈലിയാണ് ബഷീർ തന്റെ കഥകളിലധികവും രചിച്ചത്. അതുകൊണ്ടുതന്നെ സാധാരണക്കാരനെ ബഷീർ കൃതികൾ ഏറെ ആകർഷിച്ചു. പ്രകൃതിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ബഷീറിന്റെ കൃതികളിൽ പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹം തുടിച്ചു നിന്നിരുന്നു. മുറ്റത്തെ മരച്ചുവട്ടിലെ ചാരുകസേരയിൽ ചാഞ്ഞുകിടന്ന് ഗ്രാമഫോൺ പാട്ടുകേട്ട് തലയിൽ തലോടിയും പുകവലിച്ചും ബഷീർ കണ്ട സ്വപ്നങ്ങൾ കഥകളായി നമുക്ക് മുന്നിൽ പിറന്നുവീണു. പത്മശ്രീ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളുടെ ഫെലോഷിപ്പ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള പാഠാവലിയുടെ ബാക്കി ചോദ്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ.